DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 5 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കേരളത്തിൽ അൾട്രാ വയലറ്റ് വികിരണ തോത് ക്രമാതീതമായി ഉയരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക അനുസരിച്ച് 6ഇടത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, ഒല്ലൂർ, തൃത്താല, പൊന്നാനി എന്നിവിടങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. അൾട്രാ വയലറ്റ് സൂചിക അനുസരിച്ച് 8 മുതൽ 10 വരെ രേഖപ്പെടുത്തുന്ന പ്രദേശങ്ങളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. അതീവ ജാഗ്രത പാലിക്കേണ്ട സമയത്താണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിക്കുന്നത്. അടുത്ത അറിയിപ്പ്, നിയമസഭാ പൊതുതിരഞ്ഞെടുപ്പ് നടക്കുന്ന 2026 ഏപ്രിൽ 9 പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം കട, വ്യാപാര, വാണിജ്യ, IT സ്ഥാപനങ്ങൾ, പ്ലാന്റേഷനുകൾ എന്നിവയിൽ ജോലി ചെയ്തു വരുന്ന സമ്മതിദാനാവകാശമുള്ള മുഴുവൻ ജീവനക്കാർക്കും വോട്ട് രേഖപ്പെടുത്തുന്നതിന് തൊഴിലുടമകൾ വേതനത്തോടു കൂടിയ അവധി നൽകണമെന്ന് തിരുവനന്തപുരം ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ഉത്തരവ് ലംഘിക്കുന്ന തൊഴിലുടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. അടുത്ത അറിയിപ്പ്, രാജ്യത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന 2000 രൂപ നോട്ടുകളുടെ 98.45% തിരിച്ചെത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ്. 2023 മെയ് 19 നോട്ടുകൾ പിൻവലിക്കുന്നതിനായി പ്രഖ്യാപിക്കുമ്പോൾ 3.56 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളായിരുന്നു വിപണിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 2026 മാർച്ച് 31 കണക്കുകൾ പ്രകാരം ഇതിന്റെ മൂല്യം 5501 കോടി രൂപയായി കുറഞ്ഞുവെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി. നിലവിൽ പ്രചാരത്തിലുള്ള നോട്ടുകൾക്ക് നിയമസാധുത തുടരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ബാങ്കുകൾ വഴി നോട്ടുകൾ മാറുന്നതിനുള്ള കാലാവധി അവസാനിച്ചെങ്കിലും റിസർവ് ബാങ്കിന്റെ 19 ഇഷ്യൂ ഓഫീസുകൾ വഴി നോട്ടുകൾ മാറുന്നതിനോ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിനോ ഇപ്പോഴും സൗകര്യമുണ്ട്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ പക്കലുള്ള നോട്ടുകൾ പോസ്റ്റ് ഓഫീസുകൾ വഴി RBI ഇഷ്യൂ ഓഫീസുകളിലേക്ക് അയച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനുള്ള സംവിധാനവും നിലവിലുണ്ട്. 2023 ഒക്ടോബർ മുതൽ RBI ഓഫീസുകളിൽ നേരിട്ട് നിക്ഷേപിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിപണിയിൽ നിന്ന് നോട്ടുകൾ ഭൂരിഭാഗവും തിരിച്ചെത്തിയെങ്കിലും ശേഷിക്കുന്ന നോട്ടുകൾ കൂടി ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികളുമായി റിസർവ് ബാങ്ക് മുന്നോട്ട് പോവുകയാണ്. അടുത്ത അറിയിപ്പ്, ആഗോള വിപണിയിലുണ്ടായ അനിശ്ചിതത്വം കേരളത്തിലെ സ്വർണ്ണവിലയിലും വൻ മാറ്റങ്ങൾക്കിടയാക്കുന്നുണ്ട്. തുടർച്ചയായ 3-ാം ദിവസവും ഒരേ നിരക്കിൽ തുടരുകയാണ് സ്വർണ്ണവില. വെള്ളിയാഴ്ചയാണ് സ്വർണ്ണവിലയിൽ അവസാനമായി മാറ്റമുണ്ടായത്. അന്ന് 1440 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന് വർദ്ധിച്ചത്. ഇന്നും അതേ നിരക്കിൽ മാറ്റമില്ലാതെയാണ് വിപണി വ്യാപാരം തുടരുന്നത്. ഇതോടെ കേരളത്തിൽ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില 1,10,680 രൂപയായി തുടരുകയാണ്. ഗ്രാമിന് 13,835 രൂപയിലാണ് ഇന്നും വ്യാപാരം നടക്കുക. അടുത്ത അറിയിപ്പ്, കേരളത്തിലെ വീട്ടമ്മമാർക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ 4ാമത്തെ ഗഡുവായ 1000 രൂപയുടെ വിതരണം അടുത്ത ആഴ്ചയോടെ ആരംഭിക്കുന്നതാണ്. നിലവിൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ക്ഷേമ പദ്ധതി തടസ്സമില്ലാതെ തുടരുമെന്നും ഗുണഭോക്താക്കൾക്ക് തുക കൃത്യസമയത്ത് ലഭിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പദ്ധതിക്കായി അപേക്ഷിച്ച 18 ലക്ഷം പേരിൽ ഏകദേശം 81,000-ഓളം അപേക്ഷകൾ രേഖകളിലെ പൊരുത്തക്കേടുകൾ കാരണം അധികൃതർ മടക്കിയിട്ടുണ്ട്. അതിനാൽ ഇതുവരെ പെൻഷൻ തുക ലഭിക്കാത്തവർ സേവന എന്ന പെൻഷൻ വെബ്സൈറ്റ് വഴി തങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി പരിശോധിക്കേണ്ടതാണ്. അപേക്ഷകൾ മടക്കിയതായി കാണുന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ പോലുള്ള ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴി ആവശ്യമായ തിരുത്തലുകൾ വരുത്തി രേഖകൾ വീണ്ടും സമർപ്പിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ തടസ്സപ്പെട്ട പെൻഷൻ തുക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.